ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാപരമായ ചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ. ചാവിനെ വെന്ന ദേവനവൻ, ജീവനെ നൽകാൻ കഴിവുള്ളവൻ. ചാവിനെ വെന്ന ദേവനവൻ, ജീവനെ നൽകാൻ കഴിവുള്ളവൻ. ഭൂവിതിലേവം വെളിപ്പെടുവാൻ ഈ വിധം ചെയ്തു മാനവർക്കായി. മരിച്ചോരുയിരെ ധരിച്ചോൻ ഒരുത്തനെയുള്ളവൻ ക്രിസ്തേശുനാഥനല്ലോ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും ഈ കർത്തൃ ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള ചില ധ്യാന ചിന്തകളുമായിട്ട് ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ പ്രവാസത്തിൻ്റെ 37-ാം ആണ്ട് 12-ാം മാസം 26-ാം തീയതി ബാബേൽ രാജാവായ എവിൽമോരേദേക്ക് രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീനെ കടാക്ഷിച്ചു, കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു, അവനോട് ആദരവായി സംസാരിച്ചു. അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവൻ്റെ അഹോവൃത്തിയോ രാജാവ് അവൻ്റെ മരണദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു. യഹൂദ രാജാവായ യഹോയാക്കീമിനെ പറ്റിയുള്ളതായ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ ഏതാണ്ട് 38 വർഷത്തോളം 38 വർഷത്തിന് 3-4 ദിവസം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. 37 വർഷവും 12 മാസവും അതുപോലെ തന്നെ 12-ാമത്തെ മാസത്തിലെ 27-ാമത്തെ തീയതി അന്ന് എവിൽമോരേദേക്ക് എന്ന് പറയുന്ന ബാബേൽ രാജാവായി തീർന്നു. ഈ 38 വർഷം ബാബേലിൽ ആയിരുന്ന യഹോയാക്കീമിനെ ഒന്ന് കാണുവാനോ കടാക്ഷിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ എവിൽമോരേദേക്ക് രാജാവായി വാഴിച്ചു തുടങ്ങിയപ്പോൾ ഈ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കടാക്ഷിച്ചു. നോക്കുക, ആ രാജാവിൻ്റെ ഒരു കടാക്ഷം. പിന്നെ കാരാഗൃഹത്തിൽ നിന്ന് അവനെ വിടുവിച്ചു, അവനോട് ആദരവായി സംസാരിച്ചു, അവൻ്റെ ആസനത്തെ ബാബേലിലുള്ള മറ്റ് രാജാക്കന്മാരെക്കാട്ടിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. കാരാഗ്രഹവസ്ത്രം മാറി ജീവപര്യന്തം അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിപ്പാൻ കൊടുത്തു. അവൻ്റെ എല്ലാ അഹോവൃത്തിയും ജീവകാലമൊക്കെയും മരണദിവസം വരെ നിത്യമായിട്ട് കൊടുത്തു. ഒരിക്കലും ഇതിന് പാത്രീഭൂതനായിരുന്നില്ല യഹോയാക്കാം. താൻ ആ കാരാഗൃഹത്തിൽ കിടന്ന് തൻ്റെ മരണം നോക്കി പാർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിയ വിശ്വാസികളെ, നമുക്കും യഹോയാക്കീമിനെ നമ്മുടെ ജീവിതത്തോട് തുല്യപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാമും പൈശാചികമായ കാരാഗൃഹത്തിൽ, പൈശാചികമായ ബന്ധനത്തിൽ ആരും നമ്മോട് കടാക്ഷിക്കാതെ വണ്ണം ദയനീയമായ ഒരവസ്ഥയിൽ കിടന്നവരായിരുന്നു നാം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ മേൽ കടാക്ഷിച്ചു, നമ്മളോട് ദയ കാണിച്ച് അവൻ ഈ ഭൂമിയിൽ വന്നു. കാരാഗൃഹത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു.
ഈ എവീൽ മോരേദേക്ക് ചെയ്തത് തൻ്റെ ഇരുന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ്, രാജസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഓർഡറുകൾ കൊടുക്കുകയായിരുന്നു. എന്നാൽ എവീൽ മോരേദേക്കിനേക്കാൾ അപ്പുറമായിട്ട് രാജാക്കന്മാരുടെ രാജാവായി സ്വർഗത്തിന് സിംഹാസനത്തിൽ ഇരിക്കുന്നതായ കർത്താവ് നമ്മളെ ഒരു വാക്കുകൾ കൊണ്ടല്ല വിടുവിച്ചത്. വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെക്കാട്ടിലും അധപ്പതിച്ച രീതിയിൽ മനുഷ്യവേഷമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ വന്നു. ദൈവരൂപത്തിലിരുന്നവൻ ദൈവരൂപം കളഞ്ഞ് മനുഷ്യനായിട്ട് വന്ന് നമ്മൾ കിടന്ന അതേ സ്ഥലത്ത് വന്ന് ആ കാരാഗ്രഹത്തിൻ്റെ അടുത്തത്തിൽ, സാത്താൻ്റെ ബന്ധനത്തിൻ്റെ അടുത്തത്തിൽ വന്ന് നമ്മെ വിടുവിച്ചു. മാത്രമല്ല നമ്മളോട് ആദരവായി സംസാരിച്ചു. ആരും നമുക്ക് ആദരവായി സംസാരിപ്പാൻ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ആദരവോടുകൂടെ നമ്മോട് സംസാരിച്ചു. നാം കിടന്ന ആ തകർന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തി എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. എവീൽ മോരേദേക്കിന്, യഹോയാക്കീമിന് ഈ ഭൂമിയിൽ ഒരു സിംഹാസനം വെച്ച് കൊടുക്കുവാനായിട്ടേ സാധിച്ചുള്ളൂ. എന്നാൽ വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സിംഹാസനമെന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗോന്നതങ്ങളിൽ നമ്മെ ഇരുത്തി സ്വർഗത്തിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചു. യഹോയാക്കീമിൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റിയതുപോലെ നമ്മുടെയും പാപത്തിൻ്റെ എല്ലാവിധമായ പങ്കുലമായ വസ്ത്രങ്ങളും മാറ്റി ദൈവം സ്വർഗീയമായ തേജസ് കൊണ്ട് നമ്മെ നിറച്ചിരിക്കുകയാണ്. സ്വർഗീയമായ രക്ഷാവസ്ത്രം നമ്മെ ഉടുപ്പിച്ചു. ജീവപര്യന്തം ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങളെ തന്നു. ഇവിടെ നാം കാണുന്നത് എവീൽ മോരേദേക്ക്, യഹോയാക്കീമിന് അവൻ്റെ മരണം വരെയേ അത് ചെയ്യുവാനായിട്ട് സാധിച്ചുള്ളൂ. മരണത്തിൻ്റെ അപ്പുറത്ത് ഏത് രാജാവായിരുന്നാലും മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവൻ വളരെ സന്തോഷാവൃതനായി. അവൻ എവീൽ മോരേദേക്കിന് നന്ദി പറയുന്ന ഒരു വ്യക്തിയായിട്ട് തീർന്നു. എന്നാൽ നമ്മളോട് ദൈവം കടാക്ഷിച്ചപ്പോൾ നമ്മുടെ മരണം കൊണ്ടല്ല അവസാനിച്ചത്. നമ്മുടെ മരണത്തിന് അപ്പുറത്ത്, മരണ ദിവസമാണ് യഥാർത്ഥമായ രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. മരിക്കുന്ന അതേ ദിവസം നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. കർത്താവിനോട് കൂടെ നമ്മുടെ ആത്മാവ് ആയിരിക്കുന്നു. മാത്രമല്ല, രണ്ടാമത്തെ വരവെങ്കിൽ നമ്മുടെ ആത്മാവും തേജസ്കരിക്കപ്പെട്ട ശരീരം, ഭൂമിയിൽ അടക്കപ്പെട്ട ശരീരം തേജസ്കരിക്കപ്പെട്ട് ഉയർത്ത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ച് ഒരാത്മീയ ശരീരത്തോടുകൂടെ ഒരാത്മീയ ജീവിയായിട്ട് നാം ദൈവത്തോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിലും അതിനുശേഷം നിത്യതയിലും നാം ആയിരിക്കും. നിത്യതയിൽ മുഴുവനായിട്ട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കും. നമ്മളോട് ഇത്രമാത്രം കടാക്ഷിച്ച ഈ വലിയവനായ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവന് നന്ദിയുള്ളവരായിട്ട് അവനെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.